വരാപ്പുഴയിൽ കണ്ടെയ്നർ ലോറി മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. അപകടത്തെ തുടർന്ന് എറണാകുളം തൃശൂർ പാതയിൽ ഗതാഗത കുരുക്കാണ്. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, ഇപ്പോൾ ആ കണ്ടെയ്നർ ലോറി അവിടെ മറിഞ്ഞ് അവിടെ തന്നെ കിടക്കുകയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഇനിയിപ്പോൾ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ എന്തൊക്കെ നടപടികൾ എടുക്കുന്നു? രാവിലെ ഒരു 8 മണിയോടെയാണ് ഇത്തരത്തിൽ കണ്ടെയ്നർ ലോറി, ലോഡുമായി വന്ന കണ്ടെയ്നർ ലോറി എറണാകുളം ചേനാനല്ലൂർ ഭാഗത്ത് നിയന്ത്രണം വിട്ട് മറിയുന്നത്. പ്രത്യേകിച്ച് ഈ ദേശീയപാതയുടെ പണി നടക്കുന്ന സ്ഥലമായതിനാൽ തന്നെ വളരെ കുറച്ച് സ്ഥലം മാത്രമാണ് ഉള്ളത്. പ്രത്യേകിച്ച് അവിടെ സ്ഥിരമായി ഈ ഗതാഗത കുരുക്ക് രൂക്ഷമായി ഉണ്ടാകാറുള്ള ഒരു മേഖല കൂടിയാണ്. അപ്പോൾ ഈ നിയന്ത്രണം വിട്ട് കണ്ടെയ്നർ ലോറി റോഡിൽ തന്നെ മറിഞ്ഞതോടെ വലിയ തോതിലുള്ള ഗതാഗത കുരുക്കാണ് അവിടെ നിലവിൽ ഉണ്ടായിരിക്കുന്നത്. കിലോമീറ്ററോളം ദൂരത്തിൽ ബ്ലോക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്. വലിയ ഗതാഗത, പ്രത്യേകിച്ച് എറണാകുളത്തേക്ക് വരുന്നവരും തൃശ്ശൂർ ഭാഗത്തേക്ക്, ഇത് തൃശ്ശൂർ എറണാകുളം ദേശീയപാതയുടെ ഭാഗമായുള്ള റോഡാണ്. അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലേക്കും പോകുന്ന ധാരാളം വണ്ടികൾ രാവിലെ പോകുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ വലിയ ഗതാഗത കുരുക്ക് അവിടെ ഉണ്ട്. അവിടെ ഈ ഫയർഫോഴ്സ് അടക്കം എത്തി ഈ പൊക്കാനുള്ള, ഈ കണ്ടെയ്നർ ലോറി ഉയർത്താനുള്ള ശ്രമം അവിടെ തുടരുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിന് ആ കണ്ടെയ്നർ ലോറി അവിടെ നിന്ന് എടുത്തു മാറ്റാനാകുമെന്നാണ് ഫയർഫോഴ്സ് അധികൃതർ മനസ്സിലാകുന്നത്. പോലീസ് അടക്കം അവിടെ ഗതാഗതം നിയന്ത്രിക്കുന്നുണ്ട്. സംഭവത്തിൽ വലിയ പരിക്കുകൾ, പ്രത്യേകിച്ച് ഡ്രൈവറിനടക്കം കാര്യമായ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. യെസ്, എന്തായാലും ആ കണ്ടെയ്നർ ലോറിയിൽ നിറയെ കുപ്പികളാണ് വീണ് കിടക്കുന്നത് കാണുന്നത്. എന്തായാലും അത് മാറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രയത്നം വേണ്ടി വരും അതിന്. യെസ്.